ഇന്ത്യയുടെ നയതന്ത്ര പരിശ്രമങ്ങൾ വിജയം കണ്ടപ്പോൾ മരണത്തിന്റെ കുരുക്കിൽ നിന്നും രക്ഷപ്പെട്ടത് 8 ഇന്ത്യൻ ജീവനുകളാണ്. ചാരപ്രവർത്തനം ആരോപിച്ച് 8 മുൻ ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥർക്ക് വിധിച്ചിരുന്ന വധശിക്ഷ ഒഴിവാക്കപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ കോടതിയുടെ ഉത്തരവ് പുറത്തുവന്നിട്ടില്ലെങ്കിലും ഇന്ത്യൻ നാവികരുടെ ശിക്ഷ ഇളവ് ചെയ്തെന്ന് ഇന്ത്യൻ സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും പകരം ഇവർക്ക് എത്രകാലം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നതിൽ ഉൾപ്പെടെ വ്യക്തത വരാനുണ്ട്. വന്നെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സാധിക്കുകയുള്ളൂ. ദഹ്റ ഗ്ലോബൽ കേസിൽ അപ്പീൽ കോടതിയുടെ വിധിപ്പകർപ്പിനായി കാത്തിരിക്കുകയാണ് ഇവരുടെ ബന്ധുക്കൾ. ഖത്തറിലെ ഇന്ത്യൻ അംബാസഡറും കുറ്റാരോപിതരായവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം അപ്പീൽ കോടതിയിൽ ഹാജരായിരുന്നു. വിഷയത്തിന്റെ തുടക്കം മുതൽ തങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്നു, നിയമപരമായും നയതന്ത്രപരമായും എല്ലാ സഹായങ്ങളും തുടർന്നും നൽകും, ഖത്തർ അധികൃതരുമായി തങ്ങൾ വിഷയം ചർച്ച ചെയ്തെന്ന് തുടരുന്നുണ്ട്. ഇതേക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയം പ്രതിനിധി വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു: കേസ് നടപടിക്രമങ്ങളുടെ രഹസ്യാത്മകവും തന്ത്രപ്രധാനവുമായ സ്വഭാവം മുൻനിർത്തി ഈ അവസരത്തിൽ കൂടുതൽ അഭിപ്രായം പറയുന്നത് ഉചിതമല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ഖത്തർ കോടതി വധശിക്ഷ പുറപ്പെടുവിച്ചതിന് പിന്നാലെ തന്നെ ഇന്ത്യൻ ഭരണകൂടം വിഷയത്തിൽ ഇടപെടുകയും തങ്ങളുടെ പൗരന്മാരെ വധശിക്ഷയിൽ നിന്നും മോചിപ്പിക്കാൻ നയതന്ത്ര തലത്തിലടക്കം ചർച്ചകൾക്ക് തുടക്കമിടുകയും അപ്പീൽ നൽകുകയും ചെയ്തിരുന്നു. 2023 ഒക്ടോബർ 26-നായിരുന്നു ഇന്ത്യയെ ഞെട്ടിച്ച വിധി ഖത്തർ കോടതിയിൽ നിന്നുണ്ടായത്. ഇന്ത്യൻ നാവികസേനയിൽ ഓഫീസർ റാങ്കിലുണ്ടായിരുന്ന 7 പേരെയും ഒരു നോൺ കമ്മീഷൻഡ് ഓഫീസറെയും മരണശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടുള്ളതായിരുന്നു കോടതി ഉത്തരവ്. എന്താണ് ഇതിന് കാരണമെന്നും ഈ 8 പേർ ആരൊക്കെയാണെന്നും പരിശോധിച്ചാൽ, ഒന്നാമത്തെയാൾ റിട്ടയർഡ് ക്യാപ്റ്റൻ നവജീത് ഗില്ലാണ്. ചണ്ഡീഗഡ് സ്വദേശിയാണ് ക്യാപ്റ്റൻ നവജീത് ഗിൽ. ഒരു ഇന്ത്യൻ മുൻ ആർമി ഉദ്യോഗസ്ഥന്റെ മകനായ ഗിൽ വെല്ലിംഗ്ടണിലെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് മികച്ച കേഡറ്റിനുള്ള രാഷ്ട്രപതിയുടെ സോൾഡർ മെഡലിനും അർഹനായിട്ടുണ്ട്. ഇന്ത്യയുടെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലായ INS വിരാടിൽ നാവിഗേഷൻ ഓഫീസറായിട്ടായിരുന്നു ഗിലിന്റെ ആദ്യ നിയമനം. 1971-ലെ ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധത്തിൽ ശത്രുരാജ്യത്തിന്റെ കീഴടങ്ങലിന് കാരണമായി തീർന്ന കറാച്ചി തുറമുഖത്ത് ഇന്ത്യ നടത്തിയ സ്ഫോടനമുണ്ടായിരുന്നു. അന്ന് ശത്രുവിനെ തുരത്തിയ ഐതിഹാസിക കില്ലർ സ്ക്വാഡ്രൺ ആയി ചരിത്രത്തിൽ സ്ഥാനം നേടിയ മിസൈൽ വേധ യുദ്ധക്കപ്പലായ INS പ്രബലിനെ നയിച്ചവരിൽ ഒരാളുമായിരുന്നു ക്യാപ്റ്റൻ ഗിൽ. മറ്റൊരാൾ റിട്ടയർഡ് കമാൻഡർ സുഗുണാകർ പകാലയാണ്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന മാതാപിതാക്കളുടെ മകനായ സുഗുണാകർ കുറുകൊണ്ട സൈനിക് സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്നു. ഇന്ത്യൻ നേവിയിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ സേവനം ചെയ്തിരുന്ന അദ്ദേഹം 500 ടൺ ഭാരം വഹിക്കുന്ന INS തരംഗിണിയുമായി 2 തവണ ഭൂമധ്യരേഖ താണ്ടിയതിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. തന്റെ സേവനവൃത്തിയിലെ മികവിന് കമാൻഡർ ഇൻ ചീഫിന്റെ അഭിനന്ദനം ഏറ്റുവാങ്ങിയിട്ടുള്ള സുഗുണാകർ പകാല നാവികസേനയിൽ നിന്നും വിരമിച്ച ശേഷം കുറച്ചുകാലം വിശാഖപട്ടണത്ത് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ജോലി ചെയ്തിരുന്നു. മറ്റൊന്ന് റിട്ടയർഡ് ക്യാപ്റ്റൻ സൗരഭ് വസിഷ്ഠാണ്. 2 തവണ കമാൻഡർ ഇൻ ചീഫിന്റെ പ്രശസ്തി പത്രം ലഭിച്ച എഞ്ചിനീയറിംഗ് ഓഫീസറായിരുന്നു ഡെറാഡൂൺ സ്വദേശിയായ ക്യാപ്റ്റൻ സൗരഭ് വസിഷ്ഠ്. വെല്ലിംഗ്ടൺ DSSCയിൽ നിന്നും സെക്കന്ദരാബാദിലെ ഡിഫൻസ് മാനേജ്മെന്റ് കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കുകയുണ്ടായി. ദക്ഷിണ നാവികസേനാ ആസ്ഥാനത്ത് റിഫീറ്റ് ഓഫീസറായിരുന്ന ക്യാപ്റ്റൻ വസിഷ്ഠ് INS മഗർ, INS കുലിഷ്, INS ഗൻജർ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പായ സംഗ്രാം എന്നിവയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അടുത്തത് റിട്ടയർഡ് കമാൻഡർ പൂർണേന്ദു തിവാരിയാണ്. നാവികസേനയുടെ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലെ നാവിഗേഷൻ വിദഗ്ധനായിരുന്നു കമാൻഡർ തിവാരി. INS മഗറിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള തിവാരി കിഴക്കൻ നാവികപ്പടയുടെ ഫ്ലീറ്റ് ഓഫീസറായും ജോലി നോക്കിയിട്ടുണ്ട്. രജ്പുത് ക്ലാസ് ഡിസ്ട്രോയറുകളുടെയും ഭാഗമായിരുന്ന തിവാരി സേനയിൽ നിന്നും വിരമിച്ച ശേഷം സിംഗപ്പൂർ നാവികസേനാംഗങ്ങളെ പരിശീലിപ്പിച്ചു വരികയായിരുന്നു. അതിനുശേഷമായിരുന്നു ഖത്തറിലേക്ക് പോകുന്നത്. പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിക്കുന്ന ആദ്യത്തെ വിമുക്ത ഭടനാണ് പൂർണേന്ദു തിവാരി. 2019-ൽ അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആയിരുന്നു തിവാരിക്ക് പുരസ്കാരം സമ്മാനിച്ചത്. ഖത്തർ നാവികസേനാ അംഗങ്ങൾക്ക് പരിശീലനം നൽകി വരുന്നതിനിടയിലാണ് കഴിഞ്ഞ വർഷം തിവാരി അറസ്റ്റിലാകുന്നത്. മറ്റൊരാൾ റിട്ടയർഡ് ക്യാപ്റ്റൻ BK വർമ്മയാണ്. ഗോദാവരി ക്ലാസ് ഷിപ്പിലെ നാവിഗേഷൻ വിദഗ്ധനായിരുന്നു ക്യാപ്റ്റൻ BK വർമ്മ. സ്റ്റാഫ് കോളേജിൽ നിന്നും ഉന്നത വിജയം നേടിയ വർമ്മയുടെ ഭാര്യയും ഇന്ത്യൻ സേനയുടെ ഭാഗമായിരുന്നു. മറ്റൊരാൾ റിട്ടയർഡ് കമാൻഡർ അമിത് നാഗ്പാലാണ്. ഇന്ത്യൻ നാവികസേനയിലെ ടെലികമ്മ്യൂണിക്കേഷൻ വിദഗ്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു കമാൻഡർ അമിത് നാഗ്പാൽ. റിട്ടയർഡ് കമാൻഡർ SK ഗുപ്തയാണ് മറ്റൊരാൾ. നാവികസേനയിലെ ഗണ്ണറി വിഭാഗത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. രാകേഷ് എന്നയാളും പിടിയിലായവരിലുണ്ട്. നാവികസേനയിലെ സെയിലറായിരുന്നു രാകേഷ്. ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ഇന്ത്യൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥർക്കിടയിൽ നോൺ കമ്മീഷൻഡ് ഓഫീസറായ ഒരേ ഒരാൾ രാകേഷാണ്.
കേസിന് ആസ്പദമായ സംഭവത്തിലേക്ക് വന്നാൽ 2022 ഓഗസ്റ്റ് 30-നാണ് ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥർ ഖത്തറിൽ അറസ്റ്റിലാകുന്നത്. അന്നു തൊട്ട് ഇവരെ ഏകാന്ത തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് 2023 മാർച്ച് 29-നായിരുന്നു കേസിൽ വിചാരണ ആരംഭിച്ചത്. റോയൽ ഒമാൻ എയർഫോഴ്സിൽ നിന്നും വിരമിച്ച സ്ക്വാഡ്രൺ ലീഡർ ഖാമിസ് അൽ അജ്മി എന്ന ഒമാൻ പൗരന്റെ ഉടമസ്ഥതയിലുള്ള അൽ ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് എന്ന സ്ഥാപനത്തിലായിരുന്നു ഇവർ പ്രവർത്തിച്ചു വന്നിരുന്നത്. കമ്പനി ഉടമയായ അൽ അജ്മിയെയും ഇന്ത്യക്കാർക്കൊപ്പം അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും 2022 നവംബറിൽ ജയിൽ മോചിതനാക്കുകയും ചെയ്തു. പ്രതിരോധ സേവനങ്ങൾക്കുള്ള കൺസൾട്ടൻസി സർവീസ് ആയിരുന്നു ദഹ്റ കമ്പനി നൽകിയിരുന്നത്. സ്റ്റെൽത്ത് വിഭാഗത്തിൽപ്പെട്ട ഇറ്റാലിയൻ U-212 അന്തർവാഹിനി ഖത്തർ നാവികസേനയുടെ ഭാഗമാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വവും ഇവർക്കുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. കമ്പനിയുടേതായി നേരത്തെ പ്രവർത്തിച്ചിരുന്ന വെബ്സൈറ്റിലാണ് ഈ വിവരം കൊടുത്തിരിക്കുന്നത്. പുതിയ വെബ്സൈറ്റിൽ ദഹ്റ ഗ്ലോബൽ എന്നാണ് കമ്പനിയുടെ പേര് ചേർത്തിരിക്കുന്നത്. എന്നാൽ ഖത്തറി എമിറി നേവൽ ഫോഴ്സുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന യാതൊരു പരാമർശവും ഇതിൽ കൊടുത്തിട്ടില്ല. മാത്രമല്ല, ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരായിരുന്ന 7 പേർക്കും കമ്പനിയുടെ നേതൃത്വത്തിൽ യാതൊരു പങ്കാളിത്തമുണ്ടായിരുന്നതായും പറയുന്നില്ല. ഖത്തർ ഇന്ത്യ ബന്ധം വളർത്തുന്നതിൽ വഹിച്ച പങ്കിന് പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച കമാൻഡർ പൂർണേന്ദു തിവാരിയായിരുന്നു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തുണ്ടായിരുന്നത്. ദോഹയിലും തിവാരി ആദരിക്കപ്പെട്ടിരുന്നു. അന്നത്തെ ഖത്തർ അംബാസിഡർ P. കുമാരനും ഖത്തർ പ്രതിരോധ സേനയിലെ അന്താരാഷ്ട്ര സൈനിക സഹകരണ വിഭാഗത്തിന്റെ തലവനും ചേർന്നായിരുന്നു ആദരിച്ചത്. ഇന്ത്യൻ കൾച്ചറൽ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ എംബസിയിലെ ഡിഫൻസ് അറ്റാഷെ ആയിരുന്ന ക്യാപ്റ്റൻ കപിൽ കൗശിക്കും പങ്കെടുത്തതാണ്. മുൻ അംബാസിഡർ P. കുമാർ നൽകിയ സർട്ടിഫിക്കറ്റ് ദഹ്റയുടെ വെബ്സൈറ്റിലുണ്ടായിരുന്നു. കുമാരന്റെ പിൻഗാമിയായിരുന്നു ദീപക് മിത്തലും ദഹ്റയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചിരുന്നു. ഇന്ത്യക്കും ഖത്തറിനുമിടയിലെ ബന്ധം ദൃഢമാക്കുന്നതിൽ കമ്പനി വഹിക്കുന്ന പങ്കായിരുന്നു അംബാസിഡർ എടുത്തു പറഞ്ഞത്. ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അറസ്റ്റിലാകുന്ന സമയത്ത് ദഹ്റയിൽ അവരിൽ പലരും 4 മുതൽ 6 വർഷം വരെയുള്ള സേവന കാലയളവ് പൂർത്തിയാക്കിയിരുന്നു. ഖത്തർ ഇന്റലിജൻസിന്റെ ഭാഗമായ സ്റ്റേറ്റ് സെക്യൂരിറ്റി ബ്യൂറോയാണ് ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തത്. സെപ്റ്റംബർ പകുതിയോടെയാണ് ഇന്ത്യൻ എംബസി അറസ്റ്റിന്റെ വിവരം പോലും അറിയുന്നത്. തുടർന്ന് സെപ്റ്റംബർ 30-ന് അറസ്റ്റിലായവർക്ക് അവരുടെ കുടുംബവുമായി ടെലിഫോണിൽ ബന്ധപ്പെടുന്നതിന് ഭാഗികമായി അനുമതി ലഭിക്കുകയുണ്ടായി. പിന്നീട് ഒക്ടോബർ 3-നാണ് ഇന്ത്യൻ എംബസിക്ക് തടവിലാക്കപ്പെട്ടവരെ നേരിൽ കാണാനുള്ള അവസരം കിട്ടുന്നത്. അപ്പോഴേക്കും അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് 1 മാസം വരെ കഴിഞ്ഞിരുന്നു. തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കാൻ ഇന്ത്യൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ തുടക്കം മുതൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ബന്ധുക്കളോട് ഫോണിൽ സംസാരിക്കാൻ തടവിലാക്കപ്പെട്ടവർക്ക് അനുമതി കൊടുക്കുകയും ചെയ്തു. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നായിരുന്നു കമാൻഡർ പൂർണേന്ദു തിവാരിയുടെ സഹോദരി ഡോക്ടർ മീതു ഭാർഗവ ആ സമയത്ത് പ്രതികരിച്ചത്. അവരുടെ പ്രതികരണം വരുന്നത് ഒക്ടോബർ 18-നുമായിരുന്നു. മരണശിക്ഷ വിധിക്കുന്നതിന് ഒരാഴ്ച മുൻപ് ആയിരുന്നു അത്. തങ്ങളുടെ പ്രതിരോധ സേനാംഗങ്ങളായിരുന്നവരുടെ കാര്യത്തിൽ ആത്മാർത്ഥമായ കരുതലുണ്ടെങ്കിൽ എത്രയും വേഗം വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും ഭാർഗവ് ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. തടവിലുള്ളവർ മാനസികമായി തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്നും തന്റെ സഹോദരനോട് സംസാരിച്ചതിൽ നിന്നും മനസ്സിലായതായി ഒക്ടോബർ 18-ന് ഇന്ത്യൻ എക്സ്പ്രസിൽ നൽകിയ അഭിമുഖത്തിൽ ഭാർഗവ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഉയർന്ന റാങ്കിൽ നാവികസേനയിൽ നിന്നും വിരമിച്ചവരാണ് തങ്ങളുടെ ഭർത്താക്കന്മാരെന്നും അവരെ രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ തയ്യാറാകണമെന്നും അഭ്യർത്ഥിച്ച് തടവിലാക്കപ്പെട്ടവരുടെ ഭാര്യമാർ ഇന്ത്യൻ എംബസിക്ക് കത്തയക്കുകയും ചെയ്തതോടെയാണ് കൂടുതൽ ഇടപെടലുമായി സർക്കാർ രംഗത്തെത്തിയത്.